ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചുട്ടെടുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ പറയണത് ഏട്ടൻ നെയ്യ് ഒഴിച്ചിട്ട് ചപ്പാത്തി വേണമെന്ന്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് ചപ്പാത്തി ചുട്ടെടുത്തു. സത്യം പറയട്ടെ, എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മാവ് അതിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കാനോ പരത്തിയെടുക്കാനോ എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു തവണ ചപ്പാത്തി ഒന്ന് പരത്തി നോക്കാൻ ട്രൈ ചെയ്തു, പക്ഷെ അത് ശരിയായില്ല. പിന്നെ അമ്മ പറഞ്ഞു അമ്മ തന്നെ ഉണ്ടാക്കിക്കോളാമെന്ന്. അങ്ങനെ ചപ്പാത്തി ചുട്ടെടുത്തു. രാവിലെ ഏട്ടനൊരു 8 മണിയാകുമ്പോഴേക്കും റെഡിയായി ജോലിക്ക് പോകണം. അതുകൊണ്ടിട്ട് ആദ്യം ഏട്ടന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കും. അതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരു 9 മണി 9:30 ആവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. ഏട്ടൻ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവർക്കും വേണ്ടത് ഉണ്ടാക്കുന്നത് പോലും. അങ്ങനെ ഇവിടെ വന്നിട്ടാണ് എനിക്കിതൊക്കെ ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയത്. അങ്ങനെ ഏട്ടന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയും ഇന്നലത്തെ ചിക്കൻ കറി ചൂടാക്കിയിട്ടും കൊണ്ടേ വെച്ചു. ഇവിടെ ആരും ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ രാവിലെ എണീക്കുമ്പോഴേ എൻ്റെ അച്ഛന് ചായ വേണം, അത് ഇടയ്ക്കിടയ്ക്ക് ചായ വേണം, അമ്മയ്ക്കും ചായ നിർബന്ധമാണ്. ഇവിടെ ആരും അങ്ങനെ ചായയോ കാപ്പിയോ ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഇനി നമുക്ക് ഏട്ടൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കാം. അപ്പോൾ ഇന്ന് ഏട്ടന് ലഞ്ചിന് പയറ് മെഴുക്കുവരട്ടിയാണ്. പച്ചപ്പയറ് മെഴുക്കുവരട്ടി വെച്ചതും അതുപോലെ തന്നെ മാങ്ങാ ചമ്മന്തി, കാന്താരി മുളകും മാങ്ങയും തേങ്ങയും കൂടെ വെച്ച് അരച്ചെടുത്ത മാങ്ങാ ചമ്മന്തിയും, അതുപോലെ തന്നെ ഇന്നലത്തെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ഏട്ടന് കൊണ്ടുപോകാനുമുള്ള ചിക്കൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഏട്ടൻ്റെ ലഞ്ചിനകത്തേക്ക് ചിക്കനും കൂടി വെച്ച് കൊടുത്തു. കല്യാണം കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണല്ലേ. പണ്ട് അമ്മ ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്ന കാര്യങ്ങൾ ഇന്ന് ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നു. ചെയ്യാൻ എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. കാരണം ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നു. ഏട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കണേ. പക്ഷേ ഏട്ടൻ ഫുൾ ടൈം ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പം ഞാൻ ആരായി? അങ്ങനെ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോയി.